അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇടത്തെ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഉപകരണമാണ് ക്ലച്ച്. അപ്പോൾ ക്ലച്ചിനകത്ത് കാല് ഇങ്ങനെയാണ് വെക്കേണ്ടത്. 2 വിരലുകൾ അതിനകത്ത് ചേർന്നിരിക്കണം. ക്ലച്ച് ചവിട്ടുമ്പോൾ ഒറ്റ ചവിട്ടാണ്. വിരലുകൾ ചേർന്നിരിക്കണം. അപ്പോൾ ക്ലച്ച് ചവിട്ടി ഒറ്റ ചവിട്ടി ക്ലച്ച് പെടൽ ഇവിടെ തട്ടിയിരിക്കുന്നു, താഴെ പ്ലാറ്റ്ഫോമിൽ തട്ടി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ചുരുക്കം. അപ്പം എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും എങ്ങനെ ചവിട്ടുക? ഒറ്റ ചവിട്ട്, സഡനായിട്ട് ഒറ്റ ചവിട്ട്. ചവിട്ടുന്ന ക്ലച്ച് എവിടെ തട്ടി നിൽക്കണം? താഴെ പ്ലാറ്റ്ഫോമിൽ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന 2 സന്ദർഭങ്ങളിലാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തിൻ്റെ ഗിയറുകൾ മാറ്റുന്നതിന് മുമ്പ്, 2 ഒരു വാഹനത്തിനെ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിന് മുൻപ്. ഈ 2 അവസരങ്ങളിൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് ക്ലച്ച് ചവിട്ടുന്നത് ആ സമയങ്ങളിലെല്ലാം ക്ലച്ചിനെ നമ്മൾ പൂർണ്ണമായും താഴെ ഇതുപോലെ ചവിട്ടി നമ്മൾ നിർത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കാലെല്ലായ്പ്പോഴും ഇരിക്കേണ്ടത് ആക്സിലേറ്ററിലാണ്. വലത്തേക്കാൽ ആക്സിലേറ്ററിൽ വയ്ക്കും. യെസ്, ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഒരാളിൻ്റെ കാലുകളിരിക്കുന്നത് ഈ രീതിയിലാണ്. വലത്തേക്കാൽ ആക്സിലേറ്ററിൻ്റെ പുറത്തുണ്ടാവും, പക്ഷേ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കില്ല, അങ്ങനെ വച്ചേക്കും. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഏത് കുറച്ച് വച്ചേക്കാണ്? ആക്സിലേറ്റർ കുറച്ച് വച്ചേക്കാം. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടിയത് 2 സന്ദർഭങ്ങളിലാണ്. ഒന്നുകിൽ ഗിയർ മാറ്റുന്നതിന് മുൻപ്, അല്ലെങ്കിൽ വാഹനത്തിനെ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിന് മുമ്പ്. ഏതിനു വേണ്ടിയാണോ ക്ലച്ച് ചവിട്ടിയത് നമ്മൾ ആ ക്ലച്ചിനെ അങ്ങനെ ചവിട്ടി വച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടേ കാലെടുക്കുള്ളൂ. അപ്പോൾ ഇത് ഒരു സെഷനാണ്. പിടി കിട്ടിയല്ലോ. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നത് എങ്ങനെയായിരിക്കണം? പയ്യെ ഒന്ന് ക്ലച്ച് ഒന്ന് എടുക്കൂ. എടുത്തിട്ട് ഉപ്പൂറ്റി താഴെ സപ്പോർട്ട് ചെയ്ത് വെച്ചോണേ കാറ്റ്. അപ്പോൾ നമ്മൾ മാരുതി 800 പോലെയുള്ള വിരലുകളൊക്കെ ചേർന്നിരിക്കട്ടെ. നമ്മളിപ്പോൾ മാരുതി 800 പോലുള്ള കാറുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉപ്പൂറ്റി താഴെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ വലിയ വണ്ടികൾ, ഇപ്പോൾ ഇന്നോവ, ഡിസയർ പോലുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ ഉപ്പൂറ്റി ഉയർത്തി വെച്ചാണ് ചവിട്ടുന്നത്. ഓക്കെ, പെട്ടെന്ന് ചവിട്ടും. വെരി ഗുഡ്. എപ്പോഴും ചവിട്ടാൻ പറഞ്ഞാലും ഇതുപോലെ ഒറ്റ ചവിട്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഏത് കുട്ടികളാണോ ഇതുപോലെ സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കുന്നത് അവരെല്ലാം ഡ്രൈവിങ്ങിൻ്റെ കേസിൽ പെർഫെക്റ്റ് ലെവലിലായിരിക്കും. അതല്ല, ക്ലച്ച് ചവിട്ടു എന്ന് പറയുമ്പം അത് കേട്ടു, അത് ചവിട്ടാൻ സമയമെടുത്തു, വളരെ സാവധാനം ചവിട്ടുന്ന കുട്ടികൾ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ പുറകിലായിരിക്കും. അത് അവർ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നത് സഡൻ ഒറ്റ ചവിട്ട്. ഓക്കെ.